അധ്യാപകരുടെ പീഡനം സംബന്ധിച്ച നിതിൻ രാജ് പറയുന്ന ശബ്ദ സന്ദേശം പുറത്ത്. അധിക്ഷേപത്തെക്കുറിച്ച് സഹപാഠികളോട് പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ഇന്നലെ കുറേ നടന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ ഇതിൽ നിന്ന് ഇറങ്ങിയല്ലോ, ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ഇറങ്ങിയല്ലോ. അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു യു ആർ ഇഡിയറ്റ് എന്ന് പറഞ്ഞു. ഞാൻ സെയിം ടു യു എന്ന് പറഞ്ഞു, ഒത്തുക്കി തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ കൂട്ടത്തോട് ആക്രമിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ നമ്മുടെ സ്റ്റാഫ് റൂം, എല്ലാം ഒന്നിനൊന്നിനും വെച്ചോ സ്റ്റാഫ് റൂമിലുള്ള അവിടെ കൊണ്ടിട്ടിട്ട് എന്തൊക്കെയാ പറയാൻ നോക്കി. എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഗേറ്റിന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കൈയും കാലും വിട്ടും, നീ കൈ ഇല്ലാണ്ട് നീ പിന്നെ ജീവിക്കേണ്ടി വരുമെന്ന്. ഞാൻ പറഞ്ഞു സാറേ അതൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, സംഗീത മാം എല്ലാം എന്നെ തന്നെ നോക്കിയിരിക്കണം. അപ്പോൾ അജീഷ മാം പറഞ്ഞു നിതിൻ കൂളെന്ന് പറഞ്ഞു. ഇല്ല ഇന്നലത്തോടെ അയാളുടെ വിലയെല്ലാം പോയിട്ടുണ്ട്. എന്നെ കുറേ പേര് വിളിച്ചിട്ട് നിതിനെ നീ ആൺകുട്ടി, കാരണം ഇത്രയും ബോയ്സിനെ എല്ലാവരെയും പച്ചയ്ക്ക് ഇൻസൾട്ട്. എടാ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു പേരെടുക്കാൻ ഒന്നിനു വേണ്ടിയിട്ടുള്ളായിരുന്നു. ഇന്നലെ ശരിക്കും നിങ്ങൾ തന്നെ കണ്ടില്ലേ, ഞാൻ അയാളുടെ ക്ലാസ്സും ശ്രദ്ധിച്ച് അയാൾ പറയുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ വെറുതെ എണീപ്പിച്ച് നിർത്തിയിട്ട് അമ്മേനെയും കളിയാക്കി, അമ്മയുടെ സർജറിയെയും കളിയാക്കിയിട്ട് അതിന് ശേഷം പറയണേ എൻ്റെ 3 മാർക്ക് കുറച്ചെന്ന് പാരൻസിന് പോയി ഇത് കൊടുക്കാൻ, എന്താ സർപ്രൈസായിട്ട് കൊടുത്തേക്കാൻ. അതുപോലെ എന്താ ഇൻസൾട്ട്. ഓക്കെ, ഞാൻ ക്ഷമിച്ചു, ഒരു പരിധി വരെ ക്ഷമിച്ചിരുന്നു, അങ്ങറ്റ ക്ഷമിച്ച്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഓരോ കുട്ടികളെയും പേപ്പർ കൊടുത്ത് വായിച്ചിടന്ന് ചിരിക്കുന്നു. അത് ഓരോ സ്പെല്ലിങ്ങും പറഞ്ഞ് ഫസ്റ്റ് ആയപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇരിക്കാം. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് പറയുകയും ചെയ്തു ക്ലാസ്സിൽ 199 പേരും തൻ്റെ അടിമയായിരിക്കും. എന്തായാലും അതില്ല, ഞാൻ നിങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ടുള്ളൂ, ഞാൻ സാറ് ഇന്നലെ വിളിച്ചിട്ടേ അല്ല. താൻ വിഡ്ഢിയാണെന്ന് അധ്യാപകൻ പറഞ്ഞു. സ്റ്റാഫ് റൂം കൂട്ടത്തോടെ ആക്രമിക്കുന്ന സ്ഥലമാണ്. അമ്മയെ കളിയാക്കി സംസാരിച്ചു. ഇന്റേണൽ മാർക്ക് കുറച്ചത് കുടുംബത്തിന് സർപ്രൈസ് നൽകാനാണെന്ന് പറഞ്ഞു. സഹപാഠികൾക്കിടയിൽ വെച്ച് നിരന്തരം അപമാനിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ശബ്ദ സന്ദേശത്തിലുള്ളത്. ഇതിൻ്റെ മൃതദേഹം എന്നാണ് തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് എത്തിച്ചു ഇന്ന് രാവിലെ. സംഭവത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സംഗീത എന്നിവരെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. സാരംഗ്, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അവൻ നേരിട്ട ക്രൂരമായിട്ടുള്ള സാഹചര്യത്തെയാണ് ആ ശബ്ദ സന്ദേശത്തിൽ അവൻ വിവരിക്കുന്നത്. സ്റ്റാഫ് റൂമിൽ കൂട്ടമായി അധിക്ഷേപിക്കുക, വിഡ്ഢിയെന്ന് വിളിക്കുക, കൈയും കാലും വെട്ടുമെന്ന് പറയുക, ഭീഷണിയും എല്ലാം ഉണ്ട് ഇതിൽ. അപ്പോൾ ആ കുടുംബം എന്താണോ ഉന്നയിക്കുന്നത്, എന്താണ് അവൻ നേരിട്ടതെന്ന് ആ കുടുംബം കരുതുന്നത്, അത് സാധൂകരിക്കും വിധത്തിലാണല്ലോ ശബ്ദരേഖ. എൽദോ, തീർച്ചയായും. കാരണം കുടുംബം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചതടക്കം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ശബ്ദരേഖ അതുമായി ഒത്തുപോകുന്ന ഒന്ന് തന്നെയാണ്. കാരണം സഹോദരിയോടും കുടുംബത്തോടും അവിടെ നേരിടുന്ന വലിയ രീതിയിലുള്ള പീഡനങ്ങളെക്കുറിച്ച് നിതിൻ ഇതിനു മുൻപ് തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ ഒരു പ്രശ്നം കാരണം 1 മാസത്തോളം നിതിൻ കോളേജിൽ നിന്നും വീട്ടിൽ വന്ന് നിൽക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കുടുംബാംഗങ്ങളുടെ, മാതാപിതാക്കളുടെ അടക്കം നിർബന്ധപ്രകാരമായിരുന്നു അങ്ങോട്ട് മടങ്ങിപ്പോവുകയും ചെയ്തത്. പക്ഷേ ഇതിൽ യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല. ഇതിനൊപ്പം തന്നെ പലതവണ, അതായത് HOD ഈ ആരോപണ വിധേയനായ റാം എന്ന ഡോക്ടറെ പിതാവ് വിളിച്ചിരുന്നു. മറ്റൊരു ആവശ്യത്തിന് വേണ്ടി വിളിച്ച സമയത്ത് വളരെ മോശമായി പെരുമാറി എന്നടക്കം, അതായത് സംസാരിച്ചു എന്നടക്കം പിതാവ് കഴിഞ്ഞ ദിവസം നമ്മളോട് പ്രതികരിച്ചതാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിതിൻ എന്നത് അവിടെ നടക്കുന്ന ഒരുപാട് സംഭവങ്ങളുടെ അവസാനത്തെ ഇര എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം വിദ്യാർത്ഥികൾക്ക് നേരെ സാധാരണ രീതിയിൽ സീനിയേഴ്സ് പ്രയോഗിക്കുന്ന പല രീതികളും അത് അവിടുത്തെ ജീവനക്കാരും അധ്യാപകരും അടക്കം ഉപയോഗിക്കുന്നു. മാനസികവും ശാരീരികവുമായി വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്നു. മാത്രമല്ല അവരെ പീഡിപ്പിക്കുന്നു, അനാവശ്യമായ സമ്മർദ്ദം അവരിലേക്ക് എത്തിക്കുന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് നേരിടുന്നത്. മാത്രമല്ല, പിതാവും സഹോദരിയും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഈ ഒരു വിഷയത്തിൽ. സമാനമായ ഒരു വിഷയത്തിൽ തന്നെ ഈ ഒരു ഡോക്ടർ ഇതിനു മുൻപ് ആരോപണ വിധേയനായ ഡോക്ടർ സസ്പെൻഷൻ നേരിട്ടിരുന്നു. വീണ്ടും ഇവിടേക്ക് വന്ന് വലിയ രീതിയിൽ ഇതേ സ്വഭാവം തന്നെ വീണ്ടും വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് കാണിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ ഒരു വാർത്തയുടെ ഒരു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സമാനമായ സംഭവങ്ങൾ നിരവധിയായി നടക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്, ഡെന്റൽ മെഡിക്കൽ കോളേജാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അവിടെ വെച്ച് നടക്കുന്ന പല സംഭവങ്ങളും പുറം ലോകം അറിയുന്നില്ല, അതായത് പുറത്തേക്ക് വരുന്നില്ല. കാരണം ഭാവി തുലാസിലാകുമെന്നൊരു പേടി വിദ്യാർത്ഥികൾക്കുണ്ട്. മാത്രമല്ല 5 വർഷത്തോളം അവിടെ പഠിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ ഗുരുതരമായി പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ ഇങ്ങനെ അത് സമൂഹത്തിൽ ചർച്ചയാകുന്നുള്ളൂ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇത് തന്നെയായാലും ഈ ഒരു മരണത്തിൽ പോലീസ് അസ്വാഭാവികമായ ഒരു മരണത്തിന് കേസ് എടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു മരണം നടക്കുന്നതിന് തൊട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് അടക്കം സഹോദരിയുമായി വിളിച്ച് സംസാരിച്ചിരുന്നു. മെസ് ഫീസ് അടക്കം അടക്കാനുള്ള പൈസ
വാങ്ങിയിരുന്നു. മാത്രമല്ല നാട്ടിലേക്ക് വരാനുള്ള ട്രെയിൻ ടിക്കറ്റും ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഈ ഒരു മരണത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ് എന്നതിൽ ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അത് ആത്മഹത്യ തന്നെയെന്നാണ് പോലീസിൻ്റെ ഇപ്പോഴുള്ള നിഗമനം. എന്ത് തന്നെയായാലും അതിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ വകുപ്പ് തല നടപടികൾക്ക് അടക്കം കടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ആഭ്യന്തര കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഈ ഒരു മരണമടക്കം അന്വേഷിക്കാൻ. ഇത്തരത്തിലുള്ള അതായത് നിതിൻ നേരിടുന്ന പല പ്രശ്നങ്ങളും പ്രിൻസിപ്പാളുടെ അടുത്തേക്ക് എത്തുകയും അതിൽ പ്രിൻസിപ്പൽ ഇടപെടുകയും ചെയ്തിരുന്നു എന്നാണ് പിതാവ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അപ്പോൾ വീണ്ടും തുടർച്ചയായി ഈ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മരണത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഈ ഒരു സസ്പെൻഷനിലേക്ക് മാത്രം എത്തുന്നത് എന്നുള്ള ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. കാരണം വിദ്യാർത്ഥികൾ ഇങ്ങനെ പ്രശ്നം നേരിടുമ്പോൾ അതിൽ ഇടപെടേണ്ട അധികാരികളടക്കം കണ്ണടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ കൂടുതൽ നടപടികൾ എടുക്കുന്നത് വരെ കുടുംബം ഇതിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ മറ്റ് പശ്ചാത്തലങ്ങൾ, അതായത് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിതിൻ നേരിട്ടിരുന്നോ അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ ഒരു മരണത്തിലേക്ക് എത്തിയത് എന്ന കാര്യം ഇനിയും വ്യക്തമല്ല. എന്ത് തന്നെയായാലും പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കുടുംബം DGPക്ക് പരാതി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. എൽദോ സാരംഗൊക്കെ എന്താണെങ്കിലും നിതിൻ്റെ മൃതദേഹം ഇന്ന് രാവിലെ അവിടെ വീട്ടിലെത്തിച്ചുവല്ലോ. ഈ സംസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതിൻ്റെ നടപടികൾ എപ്പോഴാണ് ആരംഭിക്കുക? എൽദോ കഴിഞ്ഞ ദിവസമായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ഇന്ന് രാവിലെ 7 മണിയോട് കൂടിയാണ് ഇവിടേക്ക്, അതായത് ആര്യനാടുള്ള വസതിയിലേക്ക് എത്തിച്ചത്. ഇന്ന് ഈ ഒരു അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം മിനിഞ്ഞാന്നാണ് മരണം സംഭവിച്ചത്. പിന്നീട് ഇവിടെ നിന്നും കുടുംബാംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്താനുള്ളൊരു സമയം എടുത്തിരുന്നു. അതിനുശേഷം മാത്രമായിരുന്നു ഇൻക്വസ്റ്റും ഒപ്പം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് അടക്കം കടന്നത്. ഇന്ന് തന്നെ മറ്റ് സംസ്കാര ചടങ്ങുകളും മറ്റും ഉണ്ടാകും. നമുക്കറിയാം ഇതിൻ്റെ വീട്ടിൽ ഏക മകനാണ്, അതായത് മറ്റ് 2 സഹോദരിമാരുണ്ട്. അവർ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് പോയതാണ്. ഇപ്പോൾ അവസാന അത്താണിയായിട്ടുള്ള മകനാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വേദനയിലാണ് കുടുംബം ഇപ്പോഴും ഉള്ളത്. തന്നെയായാലും ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എൽദോ നിതിൻ രാജിൻ്റെ ശബ്ദ സന്ദേശമാണ് ആദ്യം കേട്ടത്. അതിൽ അവൻ പറയുന്നത് ആ സ്റ്റാഫ് റൂമിൽ വെച്ച് കൂട്ടാധിക്ഷേപമാണെന്നാണ്. കൂട്ടാധിക്ഷേപം എന്ന് പറയുന്നു. അതിൽ ഒരു വ്യത്യാസവുമില്ലാതെ കൂട്ടമായിട്ട് ആക്രമിക്കാൻ വേണ്ടിയുള്ള മുറിയുണ്ടല്ലോ, അതാണല്ലോ സ്റ്റാഫ് റൂം എന്നാണ് അവൻ പറയുന്നത്. നമുക്കെന്തായാലും നിതിൻ്റെ ശബ്ദ സന്ദേശമാണ് നമ്മൾ നേരത്തെ കേട്ടത്. ഇനി നിതിന് നേരെ ഗുരുതരമായിട്ടുള്ള ജാതി അധിക്ഷേപം ഉണ്ടായി എന്നാണ് അവൻ്റെ സഹോദരി നിഖിത പറയുന്നത്. തെരുവ് പട്ടി എന്ന് വിളിച്ചു, എഴുത്തും വായനയും അറിയില്ല എന്ന് അധിക്ഷേപിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ നിന്നാണ് നിതിൻ താഴേക്ക് വീണത്. അവിടെ പോവേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നും ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്നും സഹോദരി ആവശ്യപ്പെട്ടു. പുഴുത്ത പട്ടി, പേപ്പട്ടി, കറുപ്പിന് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതുപോലെ നിനക്ക് വായിക്കാനും എഴുതാനും അറിഞ്ഞൂടേടാ, നീ എവിടെ പഠിച്ചത്? ഇതിനകത്ത് നീ ഇത് ഓരോ സ്റ്റുഡൻസിന്റെ കയ്യിലും ആ പേപ്പർ മാറി, അതായത് ഇവ എഴുതിയ പേപ്പർ മാറി മാറി കൊടുത്തിട്ടാണ് കിടന്ന് ക്ലാസ്സിൽ മൊത്തം ചിരിക്കാത്ത പിള്ളേർ ഇയാൾ അടിക്കും. അങ്ങനെ അയാൾ അവിടെ കിടന്ന് പിള്ളേർ ചിരിക്കണം, ചിരിക്കാത്ത കുട്ടികൾ ഇയാൾ അടിക്കും. ലതാ മാമും അതായത് ബിയാട്രിസ് മാം മെഡിക്കൽ കോളേജിലാണ്. ഇവർ രണ്ടുപേരും നല്ലപോലെ നിർബന്ധിച്ചായിരുന്നു മോൻ അങ്ങോട്ട് വരാൻ വേണ്ടി, നല്ല രീതിക്ക് നിർബന്ധിച്ച്. അതിന് സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് അയച്ചു തന്നത്. അവരുടെ കുടുംബവും അവൻ പറഞ്ഞ വാക്കുകളുമൊക്കെ വിശ്വസിച്ചുകൊണ്ട് പറയട്ടെ, ഒരു തരത്തിലും ഒരു സ്ഥാപനത്തിലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകരുത്. ഒരു വിദ്യാർത്ഥിയും ഇത്തരം സാഹചര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് അനുഭവിക്കേണ്ടി വരരുത് എന്ന് മാത്രം ആഗ്രഹിക്കുന്നു.